या देवी सर्वभूतेषु शक्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः. ആറ്റുകാലമ്മ കേരളത്തിൻ്റെ ദൈവീക മണ്ണിൽ അനന്തമായ ഭക്തിയുടെ ഒഴുക്കായി ഉയർന്നു നിൽക്കുന്ന ഒരു മഹാശക്തിയുണ്ട്. അവൾ കരുണയുടെ സമുദ്രമാണ്, നീതിയുടെ ജ്വാലയാണ്, സ്ത്രീ ശക്തിയുടെ പ്രതീകമാണ്. അവൾ തന്നെയാണ് ആറ്റുകാലമ്മ. ഹിമാലയത്തിൻ്റെ ദിവ്യശിഖരങ്ങളിൽ പാർവതി ദേവി ലോകത്തിൻ്റെ ദുഃഖമനുഭവിക്കുന്നു. സ്ത്രീകളെ സംരക്ഷിക്കുവാനും നീതി സ്ഥാപിക്കുവാനും ദിവ്യശക്തിയായി അവൾ ഭൂമിയിലേക്ക് ഇറങ്ങുവാൻ തീരുമാനിക്കുന്നു. അമ്മയുടെ അനുഗ്രഹവർഷം, നോവുന്ന മനസ്സുകൾക്ക് അഭയസ്ഥാനം. അതേസമയം മധുരയുടെ രാജ്യസഭയിൽ ഒരു നിരപരാധിയുടെ ജീവൻ അന്യായമായി നഷ്ടപ്പെട്ടു. അവിടെ നിന്നുയർന്ന് ഒരു സ്ത്രീയുടെ നീതിയുടെ ജ്വാല കണ്ണകി. അവൾ സ്ത്രീ ശക്തിയുടെ പ്രതീകം. ചിലമ്പു പൊട്ടിച്ച ആ നിമിഷം മുതൽ അവൾ മനുഷ്യത്വത്തെ മറികടന്ന് ദിവ്യശക്തിയായി ഉയർന്നു. കരുണാസാഗരം. പാർവതീദേവിയുടെ കരുണയും കണ്ണകിയുടെ നീതിയും ഒന്നായി സംഗമിച്ചപ്പോൾ ജന്മം കൊണ്ടത് ഭക്തിയുടെ മഹാസമുദ്രമായ ആറ്റുകാലമ്മ. ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് 2 ദിവ്യ കഥകളുടെ അത്ഭുത യാത്രയാണ്. ആ യാത്രയിൽ ദേവിയുടെ കൃപാകടാക്ഷത്തിനായി നിങ്ങളോടൊപ്പം ഞാനും സഞ്ചരിക്കുന്നു. മഞ്ഞു മൂടിയ മലനിരകളുടെ മീതെ ശാന്തവും പ്രൗഢവുമായ കൈലാസപർവ്വതത്തിൽ പാർവതീദേവി പതിയായ ശിവഭഗവാനോടൊത്ത്. പ്രിയനെ, ഭൂമിയിൽ മനുഷ്യരുടെ ദുഃഖവും സ്ത്രീകളുടെ വേദനയും ഞാൻ അനുഭവിക്കുന്നു. ഇവരെ സംരക്ഷിക്കുവാൻ, ഇവർക്ക് ശക്തി പകരുവാൻ അവതരിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു. പാർവതി, നീയാണ് ശക്തി, കരുണാമയിയായ അമ്മ. മനുഷ്യഹൃദയങ്ങളിൽ നീ പകർന്നു നൽകുന്ന ഊർജം അനന്തമാണ് പാർവതി. സ്ത്രീ ശക്തിയിലൂടെ സ്ത്രീകളുടെ കരുത്തുയർത്തുവാൻ ആ ദിവ്യശക്തികൾ തീരുമാനിക്കുന്നു. ഞാൻ ഭൂമിയിലേക്ക് യാത്രയാവുന്നു ഭഗവതീ രൂപത്തിൽ. ഭൂമിയിലെ മനുഷ്യർക്ക് കരുത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യും. സ്ത്രീകൾക്ക് നീതിയും കരുണയും ശക്തിയും നൽകാൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ്. പാർവതീ ദേവിയുടെ മുഖത്ത് ദിവ്യത്വത്തിൻ്റെ പ്രകാശം ജ്വലിച്ചു നിന്നു. ഭഗവാൻ ആ ദിവ്യത്വത്തെ ദർശിക്കുകയും ഭൂമിയിലെ ജനങ്ങൾക്ക് ദൈവിക അനുഗ്രഹം ലഭിക്കും എന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഹിമാലയത്തിൻ്റെ മഞ്ഞു മൂടിയ ശിഖരങ്ങളിൽ ദിവ്യശക്തിയുടെ പ്രകാശം തിളങ്ങി നിന്നു. അവൾ പാർവതീദേവി, ലോകത്തിൻ്റെ മാതാവ്, കരുണാസമുദ്രം. ഭൂമിയിൽ ഉയരുന്ന അനീതിയും സ്ത്രീകളുടെ വേദനയും ആ മാതൃഹൃദയത്തെ അഗാധമായി സ്പർശിച്ചിരുന്നു. മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു നിൽക്കുന്ന പരമപവിത്രമായ കൈലാസപർവ്വതം. അവിടെ അനന്തമായ നിശബ്ദതയിൽ ദിവ്യപ്രകാശമായിരിക്കുന്നു പാർവതീദേവി. മഞ്ഞുമലകൾ സാക്ഷിയായി, ദേവഗണങ്ങൾ മൗനമായി നിൽക്കെ ദേവി അത്ഭുതകരമായ ധ്യാനത്തിൽ ലയിച്ചിരിക്കുന്നു. ദേവിയുടെ ശ്വാസം തന്നെ മന്ത്രോച്ചാരണമാകുന്നു. ലോകസമാധാനത്തിനായുള്ള ധ്യാനം. അമ്മയുടെ മനസ്സ് ലോകത്തിലെ ഓരോ ജീവൻ്റെയും വേദന സ്പർശിക്കുന്നു. സ്ത്രീകളുടെ കണ്ണുനീർ, അനാഥരുടെ ദുഃഖം, നീതികേടിൻ്റെ കരച്ചിൽ എല്ലാം അമ്മ കാണുന്നു. അതെല്ലാം അമ്മയുടെ ഹൃദയത്തിൽ തീവ്രമായ സ്പന്ദനമായി മാറുന്നു. ധ്യാനത്തിൻ്റെ ആഴത്തിൽ ദേവി കാണുന്നു ഭൂമിയിൽ അന്യായം അനുഭവിക്കുന്ന നിരപരാധികൾ. ദേവിക്ക് അനുഭവവേദ്യമാകുന്നു സ്ത്രീകളുടെ അടിച്ചമർത്തപ്പെട്ട ശക്തി. അമ്മയുടെ ധ്യാനം ദേവലോകത്തെ വരെ പ്രകമ്പനം കൊള്ളിക്കുന്നു. അമ്മയുടെ നെറ്റിയിൽ നിന്ന് ഉദിച്ചുയരുന്ന ദിവ്യപ്രകാശം ഹിമാലയത്തെ തന്നെ പ്രകാശപൂരിതമാക്കി. അമ്മയുടെ ധ്യാനം കരുണയായി ജ്വലിക്കുന്നു. ഭഗവാൻ ആ ദിവ്യശക്തിയെ നിരീക്ഷിക്കുന്നു. ഭഗവാന്റെ മുഖത്ത് സ്വാന്തനത്തിൻ്റെ ചിരി. ശക്തിയും ശിവനും ഒന്നായപ്പോൾ മാത്രമാണ് ലോകം സന്തുലിതമാകുന്നത്. പാർവതീദേവിയുടെ ഹൃദയത്തിൽ മാതൃത്വം നിറയുന്നു. ഇനി അവൾ ദേവി മാത്രമല്ല, ലോകത്തിൻ്റെ മാതാവായി മാറിയ ശക്തി സ്വരൂപിണി. കൈലാസത്തിലെ ആ ധ്യാനം ദിവ്യയാത്രയുടെ തുടക്കമായിരുന്നു. കരുണയും ശക്തിയും ചേർന്ന ദേവി ഭൂമിയിലിറങ്ങാൻ സജ്ജമാകുന്നു. ഭൂമിയിലെ ദിവ്യ അവതാരത്തിനുള്ള ആരംഭം. പാർവതി, ശിവഭഗവാൻ അരുൾ ചെയ്തു, നിന്റെ യാത്ര ഭൂമിക്ക് അനുഗ്രഹമാകട്ടെ. ദേവി പുഞ്ചിരിയോടെ തലകുനിച്ചു. ഹിമാലയത്തിൽ കാറ്റ് ശക്തി പ്രാപിച്ചു. മേഘങ്ങൾ വഴിമാറി. ഒരു നിമിഷം പ്രകൃതി പോലും നിശ്ചലമായി. ഭഗവാൻ ദേവിക്ക് കണ്ണുകൾ കൊണ്ട് യാത്രാമൊഴി നൽകി. ഒരു ദിവ്യപ്രകാശം കൈലാസത്തിൽ നിന്ന് ഭൂമിയിലേക്കൊഴുകി. പാർവതീദേവി ശക്തി സ്വരൂപിണിയായി തീർന്നു. ആ ദിവ്യമായ പ്രകാശം ഒഴുകി അങ്ങനെ നീങ്ങി. പർവ്വതങ്ങൾ താണ്ടി, മഞ്ഞുമലകളെ മറികടന്ന് വനാന്തരങ്ങളിലൂടെ അതിശീഘ്രം യാത്ര തുടർന്നു. കാടുകൾ വണങ്ങി നിന്നു. പക്ഷികൾ മധുരമായി പാടി. നദികൾ അവളുടെ പ്രതിബിംബത്തെ ആവാഹിച്ചു.
ദേവിയുടെ ഓരോ ചുവടും ഭൂമിയെ വിശുദ്ധമാക്കി. ദേശങ്ങൾ കടന്ന് കാലങ്ങൾ കടന്ന് ആ ദിവ്യജ്യോതി ദക്ഷിണദേശത്തിന്റെ പച്ചപ്പിലേക്ക് എത്തി. കേരളത്തിന്റെ മണ്ണ് ആ ദിവ്യ സ്പർശം അനുഭവിച്ചു. ആ ഉഗ്രശക്തി ഇപ്പോൾ കരുണയുടെ മൂർത്തീഭാവമായി മാറി. കിള്ളിയാറിന്റെ ശാന്തമായ തീരം, നദിയിലെ വെള്ളം ശാന്തമായി ഒഴുകുന്നു. പ്രഭാത സൂര്യന്റെ മൃദുവായ കിരണങ്ങൾക്കിടയിൽ ഒരു കൊച്ചു പെൺകുട്ടി വെള്ളത്തിൽ നിൽക്കുന്നു. അവളുടെ പാദങ്ങൾക്ക് ചുറ്റും വെള്ളം സാവധാനം തിരമാലകളായി തഴുകുന്നു. ആ കണ്ണുകളിൽ ലോകമാതാവിന്റെ കരുണ, ചുറ്റും ദിവ്യമായ പ്രകാശം. ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞ് മടങ്ങിയായിരുന്ന ഒരു നമ്പൂതിരി ബാലികയെ കാണുന്നു. ഒരു സാധാരണ പെൺകുട്ടിയെപ്പോലെ തോന്നിച്ച അവളുടെ കണ്ണുകളിലെ പ്രകാശം നമ്പൂതിരി തിരിച്ചറിയുന്നു. അദ്ദേഹം സാവധാനം പെൺകുട്ടിയുടെ അരികിലേക്കെത്തി. പുഴയുടെ മധ്യഭാഗത്തു നിന്നും പെൺകുട്ടി തീരത്തേക്ക് വന്നു. അപ്പോഴേക്കും അവളുടെ വേഷവും ഭാവവും മാറിയിരുന്നു. എന്നെ ഈ പുഴ കടക്കാൻ ഒന്ന് സഹായിക്കാമോ? പെൺകുട്ടി നമ്പൂതിരിയോടായി ചോദിച്ചു. നമ്പൂതിരി പെൺകുട്ടിയെ സുരക്ഷിതമായി മറുകര എത്തിച്ചു. തന്നെ നോക്കി പുഞ്ചിരി പൊഴിക്കുന്ന പെൺകുട്ടിയുടെ കണ്ണുകളിൽ ദിവ്യമായ പ്രകാശം. കുറേ ദൂരം നമ്പൂതിരിയോടൊപ്പം ആ പെൺകുട്ടി യാത്ര ചെയ്തു. രണ്ടുപേരും ധാരാളം കാര്യങ്ങൾ സംസാരിച്ചു. പെൺകുട്ടിയെ കണ്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. എന്നെ പിന്തുടരൂ, നമ്പൂതിരിയോടായി പെൺകുട്ടി വളരെ മൃദുവായി പറഞ്ഞു. കുറേ ദൂരം ചെന്നപ്പോൾ പെൺകുട്ടി പെട്ടെന്ന് അപ്രത്യക്ഷയായി. നമ്പൂതിരി ആകെ വിഷമിച്ചു. ഇതിനോടകം പരിചയത്തിലായ പെൺകുട്ടിയെ സംരക്ഷിക്കുവാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടത്തിലായി നമ്പൂതിരി. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. രാവിൻ്റെ അന്ത്യയാമത്തിൽ എപ്പോഴോ ഉറങ്ങിപ്പോയി. ആ രാത്രിയിൽ നമ്പൂതിരിക്ക് ദേവി സ്വപ്നത്തിൽ ദർശനം നൽകി. വ്യാകുലപ്പെടേണ്ട, ഇനി മുതൽ ഞാൻ ഇവിടെയാണ് വസിക്കുന്നത്. അത് പാർവതി ദേവിയുടെ അരുളപ്പാടായിരുന്നു. സ്വപ്നത്തിൽ ദേവി കാണിച്ചു കൊടുത്ത അതേ സ്ഥലത്ത് പുലർച്ചെ നമ്പൂതിരി എത്തി. അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. കിള്ളിയാറിൻ്റെ തീരത്ത് ശൂലത്താൽ വരച്ച 3 രേഖകൾ, അത് വജ്രം പോലെ തിളങ്ങുന്നു. ഗ്രാമവാസികൾ ഒന്നിച്ചു ചേർന്നു. ദേവി കാണിച്ചു കൊടുത്ത അതേ സ്ഥാനത്ത് അവർ ദേവിക്കായി ക്ഷേത്രം പണിതു. അവിടെ പാർവതി ദേവി മാതൃരൂപിണിയായി, ആറ്റുകാൽ അമ്മയായി, അന്നപൂർണേശ്വരിയായി, ആറ്റുകാൽ ഭഗവതിയായി പ്രതിഷ്ഠിതയായി. ആറ്റുകാൽ അമ്മ കരുണയുടെ പ്രതീകം, സ്ത്രീശക്തിയുടെ പ്രതീകം, ആത്മവിശ്വാസത്തിൻ്റെ ഉറവിടം. ഓരോ വർഷവും ലക്ഷക്കണക്കിന് സ്ത്രീകൾ അമ്മയ്ക്ക് ആത്മനിവേദ്യമായി പൊങ്കാല അർപ്പിക്കുന്നു. ആ അഗ്നിജ്വാലകൾ വെറും തീയല്ല, അത് ആത്മവിശ്വാസത്തിൻ്റെ മഹാസമുദ്രമാണ്. മാതൃത്വത്തിൻ്റെ മഹോത്സവം, ആത്മവിശ്വാസത്തിൻ്റെ ആഘോഷം, സ്ത്രീ ശക്തിയുടെ ചരിത്രം. ഹിമാലയത്തിൽ വസിച്ചിരുന്ന പാർവതീദേവി ഇന്ന് ആറ്റുകാലമ്മയായി ലോകത്തെ അനുഗ്രഹിക്കുന്നു. അനീതിയെ ശിക്ഷിക്കുന്ന ശക്തിയും കരുണയാൽ ചേർത്ത് പിടിക്കുന്ന മാതാവും അവളാണ്. അമ്മയുടെ കൃപ ഓരോ വ്യക്തിയിലും അനർഗളമായി പ്രവഹിക്കട്ടെ. നമ്മുടെ ഭവനങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. ധൈര്യം വളരട്ടെ. ഹൃദയങ്ങൾ കരുണയാൽ പ്രകാശപൂരിതമാകട്ടെ. ആറ്റുകാൽ അമ്മയുടെ ശാന്തമായ സാന്നിധ്യം തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത്. ദീപങ്ങൾ പ്രഭ ചൊരിഞ്ഞു നിൽക്കുന്നു. ഭക്തർ അമ്മയെ സ്തുതിഗീതങ്ങളാൽ പ്രകീർത്തിക്കുന്നു. അമ്മയുടെ അഭൗമമായ ശക്തിയാൽ ദീപം പോലെ മണ്ണും വിണ്ണും പ്രഭാപൂർണമായി. ഭക്തരുടെ കരുണാഭാവങ്ങളും ആനന്ദവും ദേവിയുടെ കണ്ണുകളിൽ തെളിയുന്നു. അവളുടെ സാന്നിധ്യം ഭൂമിയിലെ ഓരോ ഹൃദയത്തെയും പരിപൂർണമായി സ്പർശിക്കുന്നു. ഓരോ വർഷവും മഹത്തായ പൊങ്കാല ചടങ്ങിൽ സ്ത്രീകൾ അവരുടെ ഭക്തി പകർന്നു നൽകുന്നു. ദീപങ്ങൾ, പൊങ്കാലയുടെ തീ, സ്വാന്തന സ്നേഹം എല്ലാം ആറ്റുകാൽ അമ്മയുടെ കരുണയുടെ ദിവ്യപ്രതീകം. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തിയുടെയും ആചാരങ്ങളുടെയും മഹാസംഗമമാണ്. രാവിലെ അടുക്കുപൂവെട്ട് എന്ന വിശിഷ്ട ചടങ്ങോടെയാണ് ആചാരങ്ങൾ ആരംഭിക്കുന്നത്. അതിനുശേഷം പൊങ്കാല അടുപ്പിൽ പുണ്യാഹം തളിക്കുന്നു. ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്ന് ദീപം പകരുന്ന മേൽശാന്തി ആ ദീപം അവിടുത്തെ സഹശാന്തിമാർക്ക് കൈമാറുന്നു. ചെറിയ ഇടപ്പള്ളിയിൽ തയ്യാറാക്കിയിട്ടുള്ള അടുക്ക് ദീപത്തിലേക്ക് സഹശാന്തിയാണ് ദീപം എത്തിക്കുന്നത്. അവിടുന്നാണ് പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നത്. ആ വിശുദ്ധ അഗ്നിയോടെയാണ് ആയിരക്കണക്കിന് അടുപ്പുകളിൽ പൊങ്കാലയ്ക്ക് തുടക്കമാകുന്നത്. വാദ്യക്കുരവുകളുടെയും പൂജകളുടെയും അകമ്പടിയോടെ കർമ്മങ്ങൾ പുരോഗമിക്കുമ്പോൾ അടുപ്പുകളിലേക്ക് തീ പകരുന്ന നിമിഷം ഭക്തി നിറഞ്ഞ മഹത്തായ ഒരു അനുഭവമായി മാറുന്നു. ഉച്ചയ്ക്ക് 2:30 ഉച്ചപൂജയ്ക്ക് ശേഷം പൊങ്കാല നിവേദ്യം സമർപ്പിക്കപ്പെടുന്നു. കേരളക്കരയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ദൂരദേശങ്ങളിൽ നിന്നും എത്തുന്ന സ്ത്രീകളെല്ലാം അതിയായ ഭക്തിയോടെയും പ്രതീക്ഷയോടെയും ഈ മഹാചടങ്ങിൽ പങ്കുചേരുന്നു. ഭക്തിയുടെ മഹാസമുദ്രമാകുന്ന ഈ ചടങ്ങ് അനന്തപുരിയുടെ സാംസ്കാരിക പാരമ്പര്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ആചാരങ്ങളിലൊന്നാണ്. ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം ഭക്തിയുടെ മഹാതീർത്ഥം. ആറ്റുകാൽ പൊങ്കാലയുടെ പുണ്യദിനം അടുക്കുമ്പോൾ ആറ്റുകാൽ പ്രദേശം മുഴുവൻ ഭക്തിയുടെ മഹാസമുദ്രമായി മാറുന്നു. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ആരംഭിക്കുന്ന ഈ മഹോത്സവം 10 ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നു.
അതിപവിത്രമായ ഈ ഉത്സവത്തിൻ്റെ പരമോന്നത ദിവസം പൊങ്കാല ദിനം. ആ ദിവസം ക്ഷേത്രത്തിൻ്റെ പരിസരത്തു നിന്ന് ഏകദേശം 20 കിലോമീറ്റർ വരെ നീളുന്ന വഴികളിൽ അനവധി പൊങ്കാല അടുപ്പുകൾ നിരയായി തെളിഞ്ഞു നിൽക്കും. ആയിരക്കണക്കിന് സ്ത്രീകൾ അഗാധമായ ഭക്തിയോടും ആത്മാർത്ഥതയോടും കൂടി ദേവിയെ സ്മരിച്ച് പൊങ്കാല അർപ്പിക്കുവാനായി ഒത്തുചേരുന്നു. അവരുടെ പ്രാർത്ഥനയും വിശ്വാസവും ചേർന്ന് ആ പ്രദേശം മുഴുവൻ ഒരു ദൈവീക ശക്തിയാൽ നിറയുന്നു. അഗ്നിജ്വാലകൾ ഉയർന്ന് പൊങ്കാല കുതിർക്കുമ്പോൾ ഓരോ ഹൃദയത്തിലും ഒരു പ്രതീക്ഷയുണ്ട്. ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം നമ്മെ തേടി എത്തട്ടെ എന്ന പ്രാർത്ഥന. ആറ്റുകാൽ നഗരത്തിലെ വീടുകളും തെരുവുകളും എല്ലാം അന്ന് ഭക്തിയുടെ പ്രകാശത്തിൽ മുങ്ങി നിൽക്കും. വീടുകളുടെ മുറ്റങ്ങളിലും തെരുവോരങ്ങളിലും സ്ത്രീകൾ ഭക്തിപൂർവ്വം പൊങ്കാല ഒരുക്കി ദേവിക്ക് സമർപ്പിക്കുന്നു. നഗരം മുഴുവൻ മഹാഭക്തിയുടെ യാഗശാലയായി മാറുന്നു. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഒരുമിച്ച് അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഈ മഹാനിവേദ്യം ലോകമെമ്പാടും പ്രശസ്തമായ ഒരു അതുല്യ ആചാരമായി ഇന്ന് നിലകൊള്ളുന്നു. ആറ്റുകാൽ അമ്മയുടെ കൃപയും അനുഗ്രഹവും തേടിയെത്തുന്ന ഭക്തജനങ്ങൾക്കായി ഈ മഹോത്സവം അടങ്ങാത്ത ഭക്തിയുടെ പുണ്യപ്രഭയായി എന്നും നിലനിൽക്കും. ആറ്റുകാൽ അമ്മയുടെ മഹത്വം വെളിവാക്കുന്ന പല ഐതിഹ്യങ്ങളും നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട്. അവയിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ഐതിഹ്യം കണ്ണകിയുമായി ബന്ധപ്പെട്ടതാണ്. ചേര രാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടവൻ്റെ സഹോദരനായ ഇളങ്കോവടികൾ രചിച്ച ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട മഹാകാവ്യങ്ങളിൽ ഒന്നായ ചിലപ്പതികാരം പറയുന്ന കഥയിൽ തൻ്റെ ഭർത്താവിനോടുള്ള അളവറ്റ സ്നേഹത്തിൻ്റെയും നീതിക്കായുള്ള പോരാട്ടത്തിൻ്റെയും പ്രതീകമായ ഒരു കരുത്തുറ്റ സ്ത്രീ ശക്തിയാണ് കണ്ണകി. അനീതിയാൽ കൊല്ലപ്പെട്ട ഭർത്താവ് കോവലൻ്റെ മരണത്തിൽ വേദനയും ക്രോധവും നിറഞ്ഞ കണ്ണകി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചിലമ്പ് പൊട്ടിച്ച് സത്യം തെളിയിച്ചു. അവളുടെ ക്രോധാഗ്നിയിൽ മധുരാ നഗരം തന്നെ വെന്തു വെണ്ണീറായി എന്നാണ് ഐതിഹ്യം പറയുന്നത്. മധുരാ നഗരം ദഹിച്ചതോടെ കണ്ണകിയുടെ ക്രോധം ശമിച്ചു. അനീതിക്കെതിരെ പൊരുതിയ ആ സ്ത്രീരത്നം ഇപ്പോൾ കരുണയുടെ രൂപമായി മാറി. അവൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷയായി. എന്നാൽ അവളുടെ ദിവ്യശക്തി ദക്ഷിണ ഭാരതത്തിലുടനീളം പ്രചരിച്ചു. കഥകൾ പറയുന്നതനുസരിച്ച് കണ്ണകി കേരളത്തിലേക്ക് ദിവ്യയാത്ര നടത്തി. കരുണയുടെയും മാതൃത്വത്തിൻ്റെയും രൂപത്തിൽ അവൾ പുതിയ അവതാരത്തിന് തയ്യാറായി. ധർമ്മത്തിൻ്റെ ജ്വാലയായി മാറിയ കണ്ണകി കേരളത്തിലേക്കെത്തി കൊടുങ്ങല്ലൂർ ഭഗവതിയായി ഭക്തർക്ക് ദർശനം നൽകി. കേരളത്തിൻ്റെ ആത്മീയ ചരിത്രത്തിൽ അപരിമിതമായ ശക്തിയുടെയും കരുണയുടെയും പ്രതീകമായി വാഴുന്ന ദേവിയാണ് കൊടുങ്ങല്ലൂരമ്മ. ഭക്തരുടെ കഷ്ടതകൾ നീക്കി അവരെ കാത്തുസൂക്ഷിക്കുന്ന മഹാശക്തിയായ ഭദ്രകാളിയായി അമ്മ ഇവിടെ വാഴുന്നു. പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് അധർമ്മത്തിൻ്റെ ശക്തികളെ നശിപ്പിക്കാൻ ശിവന്റെ ത്രിനേത്രത്തിൽ നിന്നുയർന്ന ദിവ്യാഗ്നിയിൽ നിന്നാണ് ഭദ്രകാളി ദേവി അവതരിച്ചത്. ദുഷ്ടനായ ദാരികാസുര നിഗ്രഹശേഷം ആ മഹാശക്തി കൊടുങ്ങല്ലൂരിൽ വാഴാനെത്തി ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു എന്നാണ് പൗരാണികമായ വിശ്വാസം. കൊടുങ്ങല്ലൂർ അമ്മയുടെ ദർശന മാത്രയിൽ തന്നെ ഭക്തഹൃദയങ്ങളിൽ അപരിമിതമായ ആത്മവിശ്വാസവും ഭക്തിയും നിറയുന്നു. പ്രതിവർഷം നടക്കുന്ന കൊടുങ്ങല്ലൂർ ഭരണി ഉത്സവം അമ്മയുടെ മഹത്വം വിളിച്ചോതുന്ന അത്യന്തം വിശിഷ്ടമായ ഒരു ആഘോഷമാണ്. ആ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തർ അമ്മയെ കാണാനും അനുഗ്രഹം പ്രാപിക്കാനുമായി എത്തിച്ചേരുന്നു. അമ്മയുടെ ശക്തിയും കരുണയും ഭക്തരുടെ ജീവിതത്തിൽ പ്രകാശമായി വിരിയുന്നു. അഭൗമമായ ഭക്തിയുടെ കണ്ണുനീരോടെ അമ്മയെ വിളിക്കുന്ന ഓരോ ഹൃദയത്തിലും അമ്മയുടെ അനുഗ്രഹം പതിയുന്നു. കൊടുങ്ങല്ലൂരമ്മ കേരള മണ്ണിൻ്റെ ശക്തി സ്വരൂപിണി, ഭക്തരുടെ ശരണമായ ദിവ്യമാതാവ്. അമ്മയുടെ കൃപ ഓരോ ഭക്തനും ഉണ്ടാകുമാറാകട്ടെ. മധുരാ നഗരത്തിൽ നിന്നും ദിവ്യജ്യോതിയായി ഉയർന്നു പൊങ്ങിയ കണ്ണകി കൊടുങ്ങല്ലൂരമ്മയിൽ ആത്മജ്യോതിയായി പ്രവഹിച്ച് ഭക്തർക്ക് ദർശനമരുളി. അങ്ങനെ കണ്ണകിയുടെ ദിവ്യശക്തിയും ഭദ്രകാളിയുടെ മഹിമയും ഒന്നായി ചേർന്ന ദേവീ സാന്നിധ്യമാണ് കൊടുങ്ങല്ലൂരമ്മ. ഭക്തരുടെ ദുഃഖങ്ങൾ നീക്കി അവരെ സംരക്ഷിക്കുന്ന കരുണാമയിയായ മാതാവായി അമ്മ ഇന്നും വാഴുന്നു. കൊടുങ്ങല്ലൂരിൽ നിന്നും പുറപ്പെട്ട കണ്ണകിയുടെ ദിവ്യശക്തി തുടർന്ന യാത്രയിൽ കിള്ളിയാറിൻ്റെ തീരത്തൊരു ബാലികയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ലോകപ്രശസ്തമായ ആറ്റുകാൽ അമ്മയുടെ മഹിമയുടെ മറ്റൊരു കഥ. നമുക്ക് കേൾക്കാം കണ്ണകിയുടെ കഥ. ഇതൊരു സാധാരണ കഥയല്ല. സത്യത്തിൻ്റെയും നീതിയുടെയും ശക്തിയെ ലോകത്തിൻ്റെ മുമ്പിൽ തെളിയിച്ച ഒരു മഹാകാവ്യമാണ്. ഇളങ്കോവടികൾ രചിച്ച തമിഴ് സാഹിത്യത്തിലെ മഹത്തായ കാവ്യങ്ങളിലൊന്നായ ചിലപ്പതികാരത്തിലാണ് കണ്ണകിയുടെ കഥ പറയുന്നത്. ചോള രാജ്യത്ത് പുഹാർ നഗരത്തിൽ ധനിക വ്യാപാരിയായ കോവലനും അവൻ്റെ ധർമ്മപത്നിയായ കണ്ണകിയും ജീവിച്ചിരുന്നു. കണ്ണകി ഒരു പതിവ്രതയായ സ്ത്രീരത്നമായിരുന്നു, സഹനവും സ്നേഹവും നിറഞ്ഞവൾ. കോവലൻ നർത്തകിയായ മാധവിയിൽ അനുരക്തനായി തൻ്റെ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുത്തി. അവസാനം അവൻ അവൻ്റെ തെറ്റ് മനസ്സിലാക്കി കണ്ണകിയിലേക്ക് മടങ്ങി. കണ്ണകി അവനോട് ക്ഷമിച്ചു.
പുതിയ ജീവിതം ആരംഭിക്കുവാനായി കണ്ണകിയുടെ ചിലമ്പ് വിൽക്കുവാൻ കോവലൻ പോകുന്നു. ഇരുവരും മധുരാ നഗരത്തിലേക്ക് പുറപ്പെട്ടു, പുതിയ പ്രതീക്ഷകളോടെ, പുതിയ ജീവിതത്തിനായി. പ്രിയമുള്ളവരെ, ഈ കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയത്ത് നമുക്ക് കേൾക്കാം. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.